രണ്ട് മതക്കാർ, പിന്നെ വേറെ കുറെ സൂഫി സിദ്ധാന്തവും വേറെ കുറെ കുഞ്ഞു കുഞ്ഞു സിദ്ധാന്തങ്ങൾ. ഇന്ത്യയിൽ 3 തരത്തിലാണ് നമ്മൾ ഓരോ വിഷയത്തെയും കാണുന്നത്. 3 തരത്തിലാണ് കാണുന്നത്. അയ്യപ്പന്റെ വിഷയം എടുത്താലും രാമന്റെ വിഷയം എടുത്താൽ നമുക്ക് 2 വിഷയം മാത്രം എടുക്കാം, ബാക്കി ദൈവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്ന് രാമൻ. ആരാണ് രാമൻ? 3 രീതിയിലാണ് കാണേണ്ടത്. 3 രീതിയിലാണ് ആളുകൾ കാണുന്നത്. ഒന്ന് ദൈവികമായ രീതിയിൽ, വളരെ ദൈവികമായിട്ടുള്ള രീതിയിൽ. 2 ആത്മീയമായിട്ടുള്ള രീതിയിൽ. 3 ഭൗതികമായ ഒരു രീതി, ഫിസിക്കൽ രീതിയാണ്. ചെറുപ്പക്കാരെല്ലാം ഇത് കേൾക്കണം കേട്ടോ. കേട്ടാൽ നിങ്ങൾക്ക് ചിന്താമണ്ഡലം തന്നെ മാറുക. ചിന്ത കുഴപ്പം വരുമെന്നല്ല, ചിന്ത മാറും നമ്മുടെ. ദൈവികം എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിൽ നിന്നുണ്ടായതാണ്, എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഇവരെല്ലാം വിഗ്രഹവും എല്ലാം ദൈവമാണ്. നമുക്ക് രാമനും കൃഷ്ണനും അയ്യപ്പനും എല്ലാം ദൈവമാണ്. വേറെ രണ്ടാമതൊരു ചോദ്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട് ആത്മീയമായി ചിന്തിക്കുന്നവർ, സ്പിരിച്വലായി ചിന്തിക്കുന്നവരാണ്. മൂന്നാമതൊരു വിഭാഗം ആളുകളുണ്ട് ഭൗതികമായി ചിന്തിക്കുന്നവരാണ്. ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നു, പന്തളം കൊട്ടാരവുമായി ഭയങ്കര ബന്ധമുണ്ട്. ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് രാമൻ അയോധ്യയിലുണ്ട്, ദശരഥനുണ്ട്, കൈകേയിയുണ്ട്, കൗസല്യയുണ്ട്, സുമിത്രയുണ്ട്. ആ രാമന് ലക്ഷ്മണനുണ്ട്, ഭരതനുണ്ട്, ശത്രുഘ്നനുണ്ട്, സഹോദരങ്ങളായിട്ട്. ഇത് ഭൗതികമായ ചിന്തയാണ്. ഇതിൽ വരുന്ന ആത്മീയ ചിന്ത എന്താണ്? ആത്മീയ ചിന്ത എന്ന് പറഞ്ഞാൽ ദശരഥൻ 10 ദശം, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന ശരീരമാണ് ദശരഥൻ. 5 കർമ്മേന്ദ്രിയങ്ങൾ, മൂക്ക് നാക്ക് ത്വക്ക് എന്നൊക്കെ പറയുന്ന 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ.